യാത്ര വചനവഴിയേ ഹൃദയമയലുകൾ തേടി വാഗ്ദത്തനാട്ടിലേക്കൊരു യാത്ര പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദൈവവചനം ശക്തവും അതിനേറെ ആഴമേറിയതുമാണ്. ജ്ഞാനത്താൽ നമ്മെ വളർത്തുവാൻ കഴിയുന്നതാണ് തിരുവചനം. ആ തിരുവചനത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു ദൈവശാസ്ത്ര പണ്ഡിതനെയാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. വൈദികനായ ജോസ് മാണിപ്പറമ്പിൽ അച്ഛനെയാണ് ഇന്നീ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ കേരള സഭ അച്ഛനെക്കുറിച്ച് കാര്യമായിട്ട് അറിഞ്ഞിരിക്കുന്നതെല്ലാം പുസ്തകങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഷാലോം ടി വിയിലൂടെ അച്ഛനെ ലോകമെമ്പാടും അറിയിക്കുവാനായിട്ടുള്ള ഒരു വലിയൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അച്ഛൻ ഇന്ന് UAE ഞങ്ങൾക്ക് പ്രീച്ചേഴ്സ് ട്രെയിനിങ്ങിനൊക്കെ വരികയും ചെയ്തപ്പോൾ അച്ഛനെക്കുറിച്ച് കൂടുതൽ സഭയും സഭയുടെ മക്കളും അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരുപാടധികം വെല്ലുവിളികളിലൂടെ സഭ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ അച്ഛനെ പോലെയുള്ള വിജ്ഞാനികളെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ മുഖവരകളില്ലാതെ തന്നെ അച്ഛൻ്റെ തുടക്കകാലങ്ങൾ, അച്ഛൻ എവിടെ നിന്നാണ് വരുന്നത്, അച്ഛൻ്റെ ഇടവക അല്ലെങ്കിൽ അച്ഛൻ്റെ രൂപത എന്താണെന്നും ഒന്ന് ഷാലോം TV പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. ഷാലോം പ്രേക്ഷകർക്ക് എൻ്റെ നമസ്കാരം. ഇരിങ്ങാലക്കട രൂപതയിൽ നിന്നുള്ള വൈദികനാണ് ഞാൻ. ഞങ്ങൾ 9 മക്കളാണ്. ഞാൻ 7ാമത്തെ, 9ാമത്തെ ആളും അച്ഛനാണ്. പറപ്പൂക്കര ഇടവകയാണ്. ഇപ്പം അതിൽ നിന്ന് മറ്റൊരു ഇടവക കൂടി തിരിഞ്ഞിട്ടുണ്ട്. മുത്രത്തിക്കര എന്ന് പറയുന്ന ഇടവകയാണിപ്പം. 1979 ഞാൻ 10ാം ക്ലാസ് പാസ്സായത്. അക്കൊല്ലമാണ് ഞാൻ സെമിനാരി ചേർന്നത്. 1989 ഡിസംബർ 28-ാം തീയതി ഞാൻ വൈദികനായി. 8 വർഷത്തോളം ഞാൻ പള്ളികളിൽ കൊച്ചച്ഛനായിട്ടും വികാരിയച്ഛനായിട്ടും സേവനം ചെയ്തു. 1998 ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ പോയി. സെൻറ്റ് പീറ്റേഴ്സിൽ മാസ്റ്റേഴ്സും ഡോക്ടറേറ്റും. പഠിക്കുന്ന കാലയളവിൽ തന്നെ അവിടെ ഞാൻ പഠിപ്പിക്കാനും തുടങ്ങി. 2003 എൻ്റെ ഡോക്ടറേറ്റ് കഴിഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് എൻ്റെ ഡോക്ടറേറ്റ്. അതേ വർഷം ഓഗസ്റ്റ് മാസം 12-ാം തീയതിയാണ് എൻ്റെ ഡോക്ടറേറ്റ് പൂർത്തിയായത്. ആ മാസം തന്നെയാണ് ഞാൻ ടാൻസാനിയയിൽ പഠിപ്പിക്കാനായിട്ട് വരുന്നത്. അങ്ങനെ ജോണും എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ അതും കണക്കാക്കുന്നത്. അച്ഛനെ ഏറ്റവും കൂടുതൽ ഷാലോം TVക്കാരെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾ വൈദികർക്ക് എല്ലാം വളരെ സുപരിചിതനാണ്. കാരണം അച്ഛൻ്റെ പുസ്തകങ്ങൾ വളരെയധികം പ്രചോദനം നൽകുന്നതാണ്. എല്ലാ പള്ളി പ്രസംഗങ്ങളിലും അച്ഛൻ്റെ പുസ്തകം വായിക്കാതെ പോകുന്നവർ വളരെ കുറവാണ്. അത്രമാത്രം അച്ഛൻ കത്തോലിക്ക സഭയ്ക്ക്, കേരള സഭയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. ആയതിനാൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ അച്ഛൻ സെമിനാരി പഠന സമയത്ത് തന്നെ പുസ്തകം എഴുതിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അച്ഛനും അച്ഛൻ്റെ നാടും ഇടവകയൊക്കെ പരിചയപ്പെടുത്തിയ സ്ഥിതിക്ക് സെമിനാരി കാലഘട്ടത്തിലൂടെ ഒന്ന് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ 3 വർഷം സെമിനാരി കഴിഞ്ഞ് മൈനർ സെമിനാരിൽ തൃശ്ശൂരാണ് ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞ് എനിക്കൊരു ചെറിയൊരു പ്രതിസന്ധി കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു കൊല്ലം എനിക്ക് വീട്ടിൽ നിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഞാൻ മേജർ സെമിനാരിൽ കോട്ടയത്ത് വടവാത്ത സെമിനാരിലാണ് ഞാൻ പഠിച്ചത് ഫിലോസഫി കാലത്ത് തന്നെ 19ാമത്തെ വയസ്സിൽ ഞാനൊരു ഗ്രന്ഥം രചിച്ചിരുന്നു. 25 ലോക നേതാക്കളെക്കുറിച്ചാണ്, ഇംഗ്ലീഷിൽ. അപ്പോൾ അച്ഛൻ എത്ര വയസ്സ് കാണുമെന്ന്? 19 വയസ്സ്. 19 വയസ്സിലാണ് ആദ്യത്തെ രചന നടന്നത്. പക്ഷെ അത് പ്രസിദ്ധീകരിച്ചില്ല. എൻ്റെ വികാരിച്ചൻ നിരുത്സാഹപ്പെടുത്തി. അതൊക്കെ പ്രസിദ്ധപ്പെടുത്തിയ ചിലപ്പം വൈദികനാകില്ല എന്നൊരു പേടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം ഞാനത് അച്ഛൻ്റെ വാക്ക് കേട്ട് ഞാനത് ചെയ്തില്ല. പക്ഷേ 22ാമത്തെ വയസ്സിൽ വിതയ്ക്കപ്പെട്ട വചനം എന്ന് പറഞ്ഞ പുസ്തകം ഞാൻ രചിക്കാൻ തുടങ്ങി. അങ്ങനെ രചിച്ച് അതാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം, വിതയ്ക്കപ്പെട്ട വചനം. ഈ പുസ്തകം ഞാൻ 22ാമത്തെ വയസ്സിൽ എഴുതി. 23ാമത്തെ വയസ്സ് പൂർത്തിയാകുമ്പോൾ അത് പ്രസിദ്ധപ്പെടുത്തി. അതൊരു വലിയ ഹിറ്റായിരുന്നു വാസ്തവത്തിൽ. 3 മാസം കൊണ്ട് നമുക്കൊരു 3000 കോപ്പി അങ്ങ് വിറ്റുപോയി. 3 മാസത്തിനുള്ളിൽ? അതെ. അത് 1988.
പിന്നത്തെ വർഷം അവസാനത്തിലാണ് എനിക്ക് പട്ടം കിട്ടുന്നത്. അങ്ങനെ ഈ പുസ്തകം എഴുതിയോടുകൂടി ഞാനങ്ങ് ഫേമസ് ആയി അച്ഛന്മാരുടെ ഇടയിൽ. കാരണം ഇത് ഇല്ലാതെ പ്രസംഗിക്കുന്ന അച്ഛന്മാർ വളരെ വിരളമായിരുന്നു കേരളത്തിൽ അക്കാലത്ത്. ഇപ്പോഴും ഇത് 7ാമത്തെ എഡിഷനാണ്, 7ാമത്തെ പതിപ്പ് ഇറങ്ങി. എന്ന് പറഞ്ഞാൽ ഒരു 20,000-ന് മേലെ 25,000 കോപ്പികളോളം ഇത് കേരളത്തിൽ വിറ്റുപോയിട്ടുണ്ട്. ദൃശ്യമാധ്യമങ്ങൾ വരുന്നതിന് മുമ്പൊക്കെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട ഒരു മാധ്യമം എനിക്ക് തോന്നുന്നു ഈ വിതയ്ക്കപ്പെട്ട വചനമാണ്. പിന്നീട് അതിൻ്റെ സബ്സെക്കൻഡുള്ള പല എഡിഷൻസും വന്നിട്ടുണ്ട്, പല വോളിയൂംസ് വന്നു, വിതക്കാരൻ്റെ വചനം, ഇനിയും പിറക്കാത്ത വചനം ഒക്കെ. പക്ഷേ ഇതായിരുന്നു തുടക്കം. ഇതിന് ശേഷം ഈ വചനവുമായിട്ട് അച്ഛൻ എങ്ങനെയാണ് ആ പ്രചോദനം കിട്ടിയത്? കാരണം പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഇന്ന് അച്ഛൻ അറിയപ്പെടുന്നതും ഏറ്റവും നല്ല പ്രഗത്ഭനായ ബിബ്ലിക്കൽ സ്കോളറായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പ്രചോദനം തുടക്കം കാലഘട്ടം മുതൽ 19 വയസ്സിൽ അച്ഛൻ എഴുതി എന്ന് തുടങ്ങി അതിന് 22ാമത്തെ വയസ്സാകുമ്പോഴേക്കും ഇത് പ്രസിദ്ധീകരണത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ വന്നപ്പോൾ ഈ വിതയ്ക്കപ്പെട്ട വചനം എന്നും വചനത്തിൽ എങ്ങനെയാണ് അച്ഛന് അത്രയൊരു ഒരു ആഗ്രഹം തോന്നിയത്? സത്യം പറഞ്ഞാൽ അത് ഏറ്റവും സത്യമായി പറഞ്ഞാൽ ദൈവം എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി എന്ന് വിചാരിക്കാനാണ് താല്പര്യം. അതെ, കാരണം ഒരു കാലഘട്ടത്തിൽ ഞാൻ യൂത്ത് ആനിമേറ്റർ എന്നറിയപ്പെട്ടിരുന്നു. യുവാക്കൾക്ക് എങ്ങനെ ക്യാമ്പുകൾ നടത്താം, എങ്ങനെ അവരെ കൊണ്ടുവരാം, ക്യാമ്പുകൾ നടത്താൻ പരിശീലനം കൊടുക്കുന്ന അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ. പല കോളേജുകളിലും പോയി ക്യാമ്പുകൾ നടത്തിയിരുന്നു, ഇടവകളിൽ ക്യാമ്പുകൾ നടത്തിയിരുന്നു. ക്യാമ്പുകൾ നടത്താൻ ചമ്മാച്ചന്മാർക്ക് ഞാൻ പരിശീലനം കൊടുത്തിരുന്നു. അങ്ങനെ യൂത്ത് ആനിമേറ്റർ എന്നാണ് ഒരു ഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, എങ്കിലും കുറച്ച് പെയിൻറ് ചെയ്യും, നാടകങ്ങൾക്ക് കട്ടൻ വരയ്ക്കലും നാടകങ്ങൾ സംഘടിപ്പിക്കലുമാണ് പിന്നെ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ സെമിനാരി കാലഘട്ടത്തിലെല്ലാം കർട്ടൻസ് വരച്ച്, അത് പ്രൊഫഷണൽ നാടകങ്ങൾക്ക് പോലുമുള്ള കർട്ടൻസ് വരച്ച് കൊടുക്കൽ, അതിൽ നിന്ന് എനിക്ക് ചെറിയ വരുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പഠിച്ചിരുന്നതൊക്കെ. അങ്ങനെ എനിക്കൊന്നൊരു 42 നാടകങ്ങൾക്കെങ്കിലും ഞാൻ ഈ സെറ്റിങ്സ് ഇട്ടിട്ടുണ്ട്, സെമിനാരിക്കകത്തും പുറത്തുമായിട്ട്. പിന്നീട് ഞാൻ തിയോളജി പഠിക്കുന്ന കാലത്ത് മനഃശാസ്ത്രത്തിൽ എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. ഞാൻ 7 വർഷം റാങ്ക് ഹോൾഡറായിരുന്നു സെമിനാരിൽ. 6 വർഷം ഫസ്റ്റ് റാങ്കും 1 വർഷം സെക്കൻഡ് റാങ്കും. അപ്പോൾ സൈക്കോളജി മനഃശാസ്ത്രത്തിൽ എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. അപ്പം എന്നെ പഠിപ്പിച്ചിരുന്ന ആൻ്റണി മണ്ണാർക്കുളം എന്ന അച്ഛന് ഒരു ക്ലിനിക്ക് ഉണ്ടായിരുന്നു, സൈക്കാട്രിക് ക്ലിനിക്ക്. അപ്പം അച്ഛൻ വ്യാഴാഴ്ചകളിൽ അച്ഛനെ സഹായിക്കാൻ പറഞ്ഞ്, വ്യാഴാഴ്ച ഞങ്ങൾക്ക് ഒഴിവാണ് സെമിനാരിയിൽ. അങ്ങനെ അച്ഛൻ്റെ ക്ലിനിക്കിൽ ഞാൻ കുറച്ച് നാളൊക്കെ ഈ കൗൺസിലിങ്ങിന് പോയിട്ടുണ്ട്. പക്ഷേ ഈ 22ാമത്തെ വയസ്സിൽ ഒരു പക്ഷേ അച്ഛന്മാരുടെ പ്രചോദനം അതിനകത്ത് കാണണം. എന്നെ പഠിപ്പിച്ച ഒരു ഗുരുഭൂതന്മാരുടെ, എൻ്റെ ഒരു ഫാദർ പ്രീഫെക്റ്റ് തോമസ് റാമ്പിക്കൽ എന്ന് പറഞ്ഞ അച്ഛൻ, അദ്ദേഹത്തെ കാണാനായിട്ട് ഞാൻ ചെന്നപ്പം അദ്ദേഹം എന്നോട് അല്പം പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, താൻ വലിയ ബുദ്ധിരാക്ഷസനൊക്കെയാണെന്ന് ഞങ്ങൾ വിചാരിക്കണേ, താനിങ്ങനെ നാടകവും സൈക്കോളജിയൊക്കെ നടന്നാൽ മതിയോ, എന്തെങ്കിലും ഒരു കൺട്രിബ്യൂഷൻ തൻ്റേതായിട്ട് വേണ്ടേ എന്ന് അന്ന് എനിക്ക് 21 വയസ്സേ ഉള്ളൂ അദ്ദേഹം ചോദിച്ചു. അതങ്ങനെ കിടന്നു, ഒരു വിത്തായിട്ട് കിടന്നു, ഒരു പ്രവാചക ശബ്ദം. അതെ. പിന്നത്തെ വർഷം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, 2 വർഷം കൂടി കഴിഞ്ഞാൽ പട്ടമാകും. 13ാമത്തെ വയസ്സ് തൊട്ട് ഇപ്പം എനിക്ക് 53 വയസ്സുണ്ട്. ഇത്രയും കാലഘട്ടത്തിനുള്ളിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പൈസ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. 13, 14, 15 വയസ്സിൽ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ഞാനും ചേട്ടനും ഇഷ്ടിപ്പാടത്ത് പോകും. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒരു 5 മണിക്കോ 4:30 എഴുന്നേറ്റ് ഇഷ്ടിപ്പാടത്ത് പോയി ഇഷ്ടിക്ക് പിടിച്ച് 8 മണിയാകുമ്പോൾ തിരിച്ച് വന്ന് കുളിച്ച് സ്കൂളിലേക്ക് ഓടുകയാണ്. അന്ന് ഞാൻ KSUവിൻ്റെ സജീവ പ്രവർത്തകനാണ്, സ്കൂൾ ലീഡറൊക്കെ ആയിരുന്നു ഒരു കൊല്ലം. അപ്പോൾ സമരം വിളിക്കണം, അന്നൊക്കെ അങ്ങനെയാണ്. ഒരു 150 പ്രവൃത്തി ദിനത്തിൽ 90 ദിവസം സമരമാണ്, ഒരു ദിവസം SFI, ഒരു ദിവസം KSU, അങ്ങനെ സമരങ്ങളുടെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത് KSUവിൻ്റെ നേതാവാണ് ഞാൻ. അപ്പോൾ അതിന് ഞാൻ സ്കൂളിൽ പോകണം. സ്കൂളിൽ വന്നു കഴിഞ്ഞാലും വീണ്ടും ഇഷ്ടിപ്പാടത്ത് പോവുകയാണ്. അപ്പോൾ അങ്ങനെ 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അങ്ങനെയായിരുന്നു. സ്വന്തമായിട്ട് ജീവിക്കണം, സ്വന്തമായി പണം കൊണ്ട് തന്നെ ജീവിക്കാൻ. സെമിനാരി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടിപ്പാടത്ത് പോകാൻ പറ്റില്ലല്ലോ. അപ്പോഴാണ് ഈ കലയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ വന്നത്. അങ്ങനെയാണ് പടം വരയ്ക്കാനും ഒക്കെ ഉള്ള, അതെല്ലാം എനിക്ക് ദൈവനിമിത്തമായിരുന്നു. അതെല്ലാം എനിക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ വേറിട്ട വഴികളാണ്. ഇതൊന്നും പെട്ടെന്നൊരു സമുദായത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിൻ്റെ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ സത്യമെന്ന് വിചാരിക്കുന്ന ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ ഞാൻ പേടിച്ചിട്ടില്ല, അന്നുമില്ല ഇന്നുമില്ല. അതൊരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം വളരെ ശക്തമായിരുന്നു. ഈ വചനം, വിതയ്ക്കപ്പെട്ട വചനം, ചിന്ത വരുന്നത്, പേര് വരുന്നത് പിന്നീടാണ്. ചിന്ത വരുന്നത് 2 വർഷം കൂടി കഴിഞ്ഞാൽ ഈ പട്ടമാണ്. പട്ടം നടത്താനുള്ള പൈസയും വേണം. ഇപ്പോൾ പഠിച്ചതിലെല്ലാം കുറച്ച് കടമുണ്ട്, പലരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിച്ചിട്ടാണ് പഠിപ്പ് മുന്നോട്ട് പോകണേ. പിന്നെ ഈ മേജർ സെമിനാരി പോകുന്നതിന് മുമ്പ് തൊട്ട് തന്നെ എന്നെ ക്ലാസ് എടുക്കാൻ വിളിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് പൈസയൊക്കെ അങ്ങനെ കിട്ടും, എന്നാലും പൂർണ്ണമാകില്ല. പിന്നെ ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ കിട്ടുന്ന പണമൊക്കെ പുസ്തകത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് പട്ടം നടത്തണം. അപ്പോഴാണ് ഞാൻ ഈ അച്ഛൻ പറഞ്ഞ കാര്യം ഓർത്തത്, ദൈവശാസ്ത്രത്തിനോ തത്വശാസ്ത്രത്തിനോ തൻ്റേതായൊരു സംഭാവന. അപ്പോഴാണ് എനിക്ക് തോന്നിയത് വൈദികർക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന സംഗതിയാണ്
ഹാൻഡി ആയിട്ട് വചനം നോക്കിയെന്ന് പറയാൻ. അങ്ങനെ മത്തായിയുടെ സുവിശേഷത്തെക്കുറിച്ചുള്ള ചെറിയ കളക്ഷൻസ് ഞാൻ നടത്തുകയാണ്. പകുതിയായി കഴിഞ്ഞപ്പോൾ ഞാൻ റക്ടറച്ചനെ പോയി കണ്ടു. അച്ഛനത് കണ്ടപ്പോൾ വലിയ ഇഷ്ടമായി. സെമിനാരിൽ എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ റക്ടറച്ചനാണ്. ഇത് പ്രസിദ്ധീകരിക്കണം എന്ന് അച്ഛനാണ് പറഞ്ഞത്. അച്ഛൻ്റെ പേരെന്താണ്? ഫാദർ ജോസഫ് കോയിക്കക്കുടി റക്ടറച്ചൻ. ഒന്ന് മാറ്റർ പകുതിയായിട്ടുള്ളൂ, പിന്നെ ഇത് പ്രസിദ്ധപ്പെടുത്തണമെങ്കിലും പൈസ വേണം. അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ അതൊക്കെ നമുക്കുണ്ടാകും. അച്ഛൻ തന്നെ 2000 രൂപ എനിക്ക് എടുത്തു തന്നു. ഓ, അന്നത്തെ കാലത്ത് 2000 അച്ഛൻ പറഞ്ഞു നമുക്ക് പ്രസിദ്ധപ്പെടുത്തണം. എനിക്ക് ക്ലാസ്സിൽ പോകണം, സെമിനാറിൽ ടൈം ടേബിൾ ഉണ്ട്, കൃത്യമായിട്ട് ക്ലാസ്സിൽ പോകണം, പള്ളിയിൽ പോകണം. എങ്കിലും അച്ഛൻ പറഞ്ഞു പ്രീ പബ്ലിക്കേഷൻ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ഓർഡറുകൾ അന്ന് മണി ഓർഡറായിട്ട് വരിക. ആരാണ് ഈ മണി ഓർഡറൊക്കെ ഈ അഡ്രസ്സ് എഴുതിയെടുക്കണം, പണം സ്വീകരിക്കണം. അപ്പോൾ പ്രൊക്രിയേറ്റർ അച്ഛൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം. അങ്ങനെ 2250 കോപ്പികൾക്ക് നമുക്ക് ഓർഡർ കിട്ടി. ഈ അഡ്രസ്സ് മുഴുവൻ എഴുതിയെടുത്തത് എൻ്റെ പ്രൊഫസറായിരുന്ന മാത്യു എളപ്പാനിക്കൽ എന്ന് പറയുന്ന അച്ഛനാണ് ഈ അഡ്രസ്സ് മുഴുവൻ എഴുതിയെടുത്തത്. അപ്പോൾ ഒരു കുട്ടി എന്തുമാത്രം അച്ഛന്മാരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണത്. റക്ടറച്ചനും പ്രൊക്രിയേറ്ററച്ചനാണ് ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ എൻ്റെ പുസ്തകത്തിൻ്റെ മറ്റ് ടെക്നിക്കൽ വശങ്ങളൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെ ആ പുസ്തകം വലിയ ഹിറ്റായി. അതോടുകൂടി എനിക്ക് തോന്നുന്നു വചനവുമായിട്ട് എൻ്റെ ഒരു എൻഗേജ്മെൻറ്റ്, ഒരു വിവാഹ നിശ്ചയം എന്ന് പറയുന്ന പോലെ ഒരു സംഗതി, വചനവുമായിട്ട് എൻ്റെ വിവാഹ നിശ്ചയം വന്നു കഴിഞ്ഞു. അതെ, വചനവുമായിട്ട് കല്യാണം കഴിഞ്ഞാൽ എന്നാന്ന് എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ ഒരു വിവാഹമോചനം സാധ്യമല്ല. വളരെയേറെ സന്തോഷവും. എനിക്ക് തോന്നുന്നു വിതയ്ക്കപ്പെട്ട വചനം എന്ന് പറയുന്നത് വായിക്കാത്ത പുരോഹിതർ തന്നെ കേരള സഭയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം പ്രാമുഖ്യം നേടിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത്. അച്ഛൻ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്, ഇന്ന് ഏറ്റവും കൂടുതൽ അച്ഛന്മാർ വചനത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ സൈക്കോളജിക്ക് കുറച്ചും കൂടി ഊന്നൽ കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതൊക്കെ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ആയിരിക്കാം, എന്തുമായിക്കോട്ടെ. അച്ഛന് ഇത്രയും നല്ല മാർക്ക് സൈക്കോളജിയിൽ കിട്ടുകയും ഇത്രയൊക്കെ ഉന്നതിയിലൊക്കെ സൈക്കോളജി പരമായിട്ട് പോകാൻ പറ്റുകയും ചെയ്തിട്ടിപ്പോൾ എന്തെങ്കിലും സൈക്കോളജിക്കലായിട്ടുള്ള പുസ്തകങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ സൈക്കോളജി ലോകത്തിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ, അതോ വചനത്തിൽ തന്നെ ഊന്നൽ കൊടുക്കാനാണോ കൂടുതൽ നോക്കിയത്? ഇപ്പോൾ എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് വിശ്വാസത്തെ വികലമാക്കാൻ വേണ്ടിയാണ് മനഃശാസ്ത്രം പാശ്ചാത്യർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ചിന്ത. അതിനാൽ തന്നെ ഞാൻ മനഃശാസ്ത്രത്തോട് ഇപ്പം അത്ര എനിക്ക് ആഭിമുഖ്യമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അമേരിക്കയിൽ കാൾ റോജേഴ്സ് എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പ്രശ്നം സഭയെ വല്ലാതെ ഒലച്ചിട്ടുണ്ട്. ഡു യു വാണ്ട് ടു ബി ഹീൽഡ് എന്നുകൊണ്ട് എൻ്റെ ഒരു പുസ്തകമുണ്ട്. അവസാനത്തെ അധ്യായം ജീസസ് സൈക്യാട്രിസ്റ്റ് എന്നാണ്. പക്ഷെ അതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ കാൾ റോജേഴ്സ് പോലെയുള്ള മനഃശാസ്ത്രജ്ഞന്മാരുടെ വിരുദ്ധമായൊരു നിലപാടാണ് യേശു സ്വീകരിച്ചതെന്നാണ്. കാരണം അവർ വിശ്വാസം വേണ്ട, വചനം വേണ്ട, ഞങ്ങൾ തന്നെ എല്ലാം ശരിപ്പെടുത്തി തരാം എന്ന് പറയുന്ന ഒരു അവസ്ഥയും, ഈ ക്ലയൻറ്റ് കൗൺസിലറും ബന്ധം മാത്രം, ദൈവമായിട്ട് ബന്ധം വേണ്ട എന്നൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഈ ഡു യു വാണ്ട് ടു ബി ഹീൽഡ് എന്നുള്ളത് വെറും ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് അല്ല. വചനവുമായിട്ട് ബന്ധപ്പെട്ടും യേശുവുമായിട്ട് ബന്ധപ്പെട്ടും യേശുവാണ് സൗഖ്യദായകൻ, യഥാർത്ഥ വചനമാണ്. അതെ, സൗഖ്യദായകൻ. പക്ഷെ 2 തരം സൗഖ്യമുണ്ട്. ഒരു തരം സൗഖ്യമല്ല ഉള്ളത്. ഒന്ന് രോഗത്തിൽ നിന്നുള്ള സൗഖ്യം, മറ്റൊന്ന് സഹനത്തിലൂടെ, രോഗത്തിലൂടെയുള്ള സൗഖ്യം. ഒരു ഉദാഹരണം പറയാം. ഏത് പാപം നമ്മൾ ചെയ്താലും അത് ഈ സമുദായത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന ഫാബ്രിക്കിനെ അത് തനിമയെ നഷ്ടപ്പെടുത്തും. സത്യവും നീതിയും ഒക്കെ അലങ്കോലപ്പെടും. അതിനാൽ തന്നെ നമ്മൾ രോഗികളാവും. ഏത് പാപം ചെയ്താലും രോഗികളാവും. അത് ഒരു വശം, ഒരു തരത്തിലുള്ള രോഗമാണ്. വേറെ തരത്തിലുള്ള രോഗമുണ്ട്. ഒരു തെറ്റും ചെയ്യാത്തവരും സഹിക്കുന്നു, നിഷ്കളങ്കർ സഹിക്കുന്നു. അതെ. എന്തുകൊണ്ട് സഹിക്കുന്നു? അതിന് എനിക്ക് തോന്നിയ ഉത്തരം, യേശു നിഷ്കളങ്കനായിരുന്നു, യേശു എന്തിനു സഹിച്ചു? അതേ അർത്ഥം തന്നെയാണുള്ളത്. പാപം ചെയ്യാതെയാണ് നമ്മൾ സഹിക്കുന്നതെങ്കിൽ നമ്മുടെ സഹനത്തെ, നമ്മുടെ രോഗത്തെ അവന് കുരിശുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. കൊളോസ്യ ലേഖനത്തിൽ 1:24 പറയുന്നുണ്ട്, പൗലോസ് പറയുന്നുണ്ട്, കർത്താവിൻ്റെ ശരീരത്തിൽ സഹനത്തിൻ്റെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. അപ്പം നമ്മുടെ സഹനം കർത്താവിൻ്റെ സഹനത്തെ ചേർത്ത് വെച്ച് ഈ ലോകത്തിൻ്റെ രോഗത്തിന് സൗഖ്യം കൊടുക്കുകയാണ് ദൈവം. അപ്പം നമുക്കൊരു കൺട്രിബ്യൂഷൻ ഉണ്ട്, നമ്മുടെ ഒരു ഉൾച്ചേരലുണ്ട് അവിടെ. അപ്പം നമ്മുടെ സഹനവും കർത്താവിൻ്റെ സഹനവുമായി ചേർത്ത് ഈ ലോകത്തിൻ്റെ രോഗം അതിനെ സൗഖ്യപ്പെടുത്തുകയാണ്. അപ്പം നമ്മുടെ സഹനത്തിലൂടെ ലോകത്തെ സൗഖ്യപ്പെടുത്തുക. അപ്പോൾ നമ്മളൊരു കൺട്രിബ്യൂഷൻ അതിനകത്തുണ്ട്. അങ്ങനെ സഹിക്കുന്നതിൽ നമ്മൾ ആനന്ദം കണ്ടെത്തും വേണം. അത് വെറുതെ ഒരു അകാരണമായ സഹനമല്ല. അപ്പോൾ രോഗത്തിൽ നിന്നുള്ള സൗഖ്യമുണ്ട്, രോഗത്തിലൂടെ ലോകത്തിൻ്റെ രോഗത്തെ സൗഖ്യപ്പെടുന്ന രീതിയുണ്ട്. വിശുദ്ധരുടെ സഹനമൊക്കെ അങ്ങനെയാണ്, മറിയത്തിൻ്റെ സഹനം അങ്ങനെയാണ്. നിൻ്റെ ഹൃദയത്തിലൊരു വാൾ തുളച്ചു കയറുമെന്ന് പറയുന്നതൊക്കെ കർത്താവിൻ്റെ സഹനവുമായി ബന്ധപ്പെടുത്തിയാണ് ചെയ്യുന്നത്.
അപ്പോൾ ആ തരത്തിലുള്ളൊരു രീതിയാണ്. മാത്രമല്ല ഈ വചനം, സൗഖ്യം നൽകുന്ന വചനം തന്നെയാണ് ഈ രോഗത്തിനോട് സൗഖ്യപ്പെടുത്താനും ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. യേശു മൂന്നാളുകളെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചിട്ടുണ്ട്. ലാസർ, നായനൽ വിധവയുടെ മകൻ, ജായറസിൻ്റെ മകള്. അവർക്ക് ഇപ്പോൾ എവിടെയുണ്ട്? ഈ 3 പേര് ഇപ്പോൾ എവിടെയുണ്ട്? അവരൊക്കെ മൺമറഞ്ഞു. അപ്പോൾ അവരുടെ പുനരുത്ഥാനം ആയിരുന്നില്ല. അവർ ഈ ലോകത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. പിന്നെ ജീവശാസ്ത്രപരമായ ജീവൻ്റെ തത്വം അനുസരിച്ച് അവർ മരിച്ചു പോയി. യേശു ഒരുപാട് പേരെ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് സൗഖ്യപ്പെടുത്തിയത് കൂടാതെ എത്രയോ സ്ഥലത്ത് എഴുതിയിരിക്കുന്നു, സായം സന്ധ്യ ആയപ്പോൾ അവർ രോഗികളായവരെയും അശുദ്ധാരകളെ കൊണ്ടുവന്ന് കിടത്തി അവരെല്ലാം കർത്താവ് സുഖപ്പെടുത്തി. അവരൊക്കെ ഇപ്പോൾ എവിടെയുണ്ട്? അവരൊക്കെ മരിച്ചുപോയി. അപ്പോൾ കർത്താവ് നൽകിയ ഒരു രോഗശാന്തിയും പെർമനൻ്റ് ആയിരുന്നില്ല, സ്ഥായി ആയിരുന്നില്ല. അത് അന്ന് സൗഖ്യം നൽകുന്നത് ദൈവമാണെന്നും അവൻ സൗഖ്യം തരുന്നില്ലെങ്കിൽ ലോകത്തിൽ ഒരു ഡോക്ടർമാർക്കും സൗഖ്യപ്പെടുത്താൻ കഴിയില്ലെന്നും നമ്മൾ വിചാരിക്കുന്ന വൈദ്യശാസ്ത്രത്തിനൊക്കെ അപ്പുറത്താണ് ഇതിൻ്റെ രഹസ്യം കിടക്കുന്നതൊക്കെ ബോധ്യപ്പെടുത്താനും ദൈവരാജ്യം വരുമ്പോൾ, ദൈവം വരുമ്പോൾ അവിടെ അതിനൊരു സൗഖ്യമുണ്ട്, രോഗത്തിൽ പോലും സൗഖ്യമുണ്ട് എന്നും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്നതാണ് യഥാർത്ഥ സൗഖ്യം എന്നൊക്കെ ബോധ്യപ്പെടുത്താനുള്ള യേശുവിൻ്റെ ചില ശ്രമങ്ങളായിരുന്നു അത്. വചനപ്രഘോഷവുമായി ബന്ധപ്പെട്ടാണ് രോഗശാന്തികളൊക്കെ ഉണ്ടായത്. ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, പിന്നെ എന്തിനാണ് രോഗം? ഞാൻ രോഗത്തെ കാണുന്നത് വേറൊരു തരത്തിൽ കൂടിയാണ്. സൗഖ്യമുണ്ട്, അതേ കൂട്ടത്തിൽ വേറൊരു സംഗതിയുണ്ട്. നമുക്ക് ജീവൻ നൽകിയതാരാ? ദൈവം. ജീവൻ എടുക്കുന്നതാരാ? ദൈവം തന്നെ. അവനത്ര എളുപ്പമാണോ നമ്മുടെ ജീവൻ എടുക്കുക എന്ന് പറയുന്നത്? മകൻ്റെ ജീവൻ എടുക്കുക എന്നുള്ളത് അപ്പന് അത്ര എളുപ്പമാണോ? അല്ല. ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോയി അബ്രാഹത്തിൻ്റെ മനോനില എന്തായിരുന്നുവോ അതുപോലെയായിരിക്കും ഓരോ മനുഷ്യൻ്റെ ജീവൻ. ഓരോ ജീവൻ മരിക്കുമ്പോഴും ദൈവത്തിൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കണേ. അതെ, അതവന് അത്ര എളുപ്പമല്ല. എന്തിനാണ് പിന്നെ അപ്പോൾ രോഗം തരുന്നതെന്നാണ് ചോദ്യം. ഞാൻ വിചാരിക്കുന്നത് ദൈവം തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ്? ഇവനെ എൻ്റെ വീട്ടിൽ കൊണ്ടുവരണം. അവൻ്റെ വീട് സ്വർഗ്ഗമാണ്. അവൻ ഇപ്പം അവിടെ ഭൂമിയിൽ താമസിക്കണേ. അവനിങ്ങനെ കൊണ്ടുവരണമെങ്കിൽ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയണം, എങ്കിലേ ജീവൻ്റെ അവസാന ഘട്ടത്തിൽ പ്രവേശിക്കാനാകൂ. ഈ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയലാണ് ഈ മരണം. അതത്ര എളുപ്പമല്ല. അപ്പോൾ ദൈവത്തെ തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവനെ മരണത്തിലൂടെ കൊണ്ടുപോയിട്ട് വേണം പുനരുത്ഥാനത്തോടെ എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ. അവനെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മയും ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഭൂമി നമ്മുടെ ശാശ്വതമായ ഭവനമല്ല. ആരോ പറഞ്ഞതുപോലെ ഇതൊരു വാടക വീടാണ്. പലരും വാടക കൊടുക്കാണ്ട് ജീവിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് അവൻ്റെ നാട്ടിലേക്ക് പോകണം. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. പൗലോസ് പറഞ്ഞ വാചകനാണ്. കോമൺവെൽത്ത് എന്നാണ് ശരിക്കും ഉപയോഗിച്ചൊരു ഇംഗ്ലീഷ് വാക്ക്. നമ്മുടെ രാജ്യം അവിടെയാണ്, യഥാർത്ഥ രാജ്യം. ഇവിടെ നമ്മൾ പ്രവാസികളായ ജീവിക്കുന്ന ഭൂമിയിൽ UAE-ലുള്ളൊരു ഒന്നുകൂടി പ്രവാസികളായി. ഭൂമി എന്നൊരു പ്രവാസ ലോകമാണ്. അതിൽ നിന്നോടി പ്രവാസികളായിരിക്കുകയാണ് UAE-ലുള്ളവർ. ഇതിനൊക്കെ ഒരു അർത്ഥമുണ്ട്. പ്രവാസികൾക്കൊരു ദൗത്യമുണ്ട്. എന്താണ്? അവൻ്റെ സുവിശേഷം പ്രഘോഷിക്കുക. എന്നിട്ട് മനുഷ്യരൊക്കെ സുവിശേഷം അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകുക. ഈ തിരിച്ചു പോക്ക് എളുപ്പമല്ലാത്തത് കൊണ്ട് നമ്മെ തന്നെ പല പ്രാവശ്യം ഓർമ്മപ്പെടുത്തണം. ഇത് നിൻ്റെ വാടക വീടാണ്. ഇവിടെ നീ ഒരുപാട് സമ്പാദിച്ച് കൂട്ടിയിട്ടോ നിക്ഷേപിച്ചിട്ട് കാര്യമില്ല. അവിടെ നിക്ഷേപിക്കുക, സ്വർഗത്തിൽ നിക്ഷേപം വയ്ക്കുക. ഇവിടെ തുരുമ്പും കീടങ്ങൾ നശിപ്പിക്കും. അതിനാൽ ശാശ്വതമായ ഭവനത്തിൽ നീ നിക്ഷേപം വെക്കണം. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ചെറിയ തുമ്മൽ, ചീറ്റൽ, രോഗം, ഇങ്ങനെ ഓർമ്മപ്പെടുത്തി നമ്മൾ ആ ലോകത്തിൻ്റെതാണെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്താനുള്ള ഒരു ദൈവത്തിൻ്റെ ശ്രമമാണിത്. അങ്ങനെയെങ്കിൽ രോഗത്തെ ഞാൻ കാണുന്നത് ഇങ്ങനെ നുണഞ്ഞിറക്കി ചോക്ലേറ്റ് കഴിക്കുന്ന പോലെ സ്വീകരിക്കണമെന്നാണ്. ചികിത്സ വേണ്ടെന്നോ രോഗം അതൊന്നുമല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ ഇതിലും ഒരു ആസ്വാദ്യതയുണ്ട്. ഞാൻ അങ്ങോട്ട് പോകേണ്ടവനാണ് എന്ന് എന്നെ തന്നെ ഓർമ്മപ്പെടുത്തുന്ന അതൊരു സൗഖ്യമാണ്. സഹനത്തിലൂടെയുള്ള സൗഖ്യം പുതിയൊരു കാഴ്ചപ്പാടാണ്. തീർച്ചയായിട്ടും സഭ ഏറ്റവും കൂടുതൽ പുതുമയുള്ള ഉണർവ് നൽകുന്ന ഇതുപോലെയുള്ള പാണ്ഡിത്യങ്ങളാണ് സഭയ്ക്ക് ഇന്നിൻ്റെ ആവശ്യമെന്ന് ബോധ്യമുണ്ട്. അതോടൊപ്പം അച്ഛൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നറിയാം. അതുകൊണ്ട് തന്നെ നല്ലൊരു അധ്യാപകനാണ്, അതോടൊപ്പം നല്ലൊരു പ്രാസംഗികനാണ്, നല്ലൊരു എഴുത്തുകാരനാണ്. പ്രത്യേകിച്ച് എഴുത്തിൻ്റെ മേഖലയിലൂടെ ഒന്ന് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുക. കാരണം ഇന്നത്തെ പുതിയ തലമുറ ഏറ്റവും കൂടുതൽ എഴുത്തിനോടും വായനയും അല്പം അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് അച്ഛന് ഇത്രമാത്രം പുസ്തകങ്ങൾ എഴുതാനുള്ള പ്രചോദനം കിട്ടിയത്? എങ്ങനെയാണ് വചനത്തിൽ ഇത്രമാത്രം ഉൾക്കാഴ്ചകൾ ലഭിച്ചത്? അതൊക്കെ ഒരു പണ്ഡിതൻ്റെ മുമ്പിൽ ആയിരിക്കുമ്പോൾ ഏതൊരു കുഞ്ഞുകുട്ടിയും ചോദിക്കുന്ന പോലെയുള്ള ഒരു ചോദ്യമാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായ ഉത്തരം എനിക്കില്ല. ഞാൻ വായന എന്ന് അവസാനിപ്പിക്കുന്നുവോ അന്ന് എഴുത്തും അവസാനിക്കും. എന്ന് വെച്ചാൽ വായിച്ചു കൊണ്ടിരുന്നാലേ ഈ വചനത്തിൻ്റെ സ്പാർക്ക് നമ്മുടെ മനസ്സിലുണ്ടാകും.
നാം നമ്മെ തന്നെ പഠിപ്പിക്കുന്ന രീതിയാണ് വായന. വായന അവസാനിപ്പിക്കാൻ പാടില്ല. പിന്നെ ഞാൻ വളരെ ഫാസ്റ്റ് റീഡിംഗ് ആണ്. സംസാരമാണെങ്കിലും നടത്താണെങ്കിലും ഒക്കെ ഫാസ്റ്റാണ്. എഴുത്തും ഫാസ്റ്റാണ്, വളരെ ഫാസ്റ്റാണ്. അത് നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, നിത്യാഭ്യാസി ആന എടുക്കുന്നു പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ വായിച്ച് വരുമ്പോൾ അത് തന്നെ കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയായിരിക്കാം. തമാശയായിട്ടാണെങ്കിലും പറയാറുള്ള സംഗതി, കർത്താവിനോട് ഞാൻ പറയുന്ന സംഗതികളിലൊന്ന് ഭ്രാന്തായിട്ട് തോന്നാം. ഞാൻ പറഞ്ഞു എനിക്കൊരു 1000 വർഷം ജീവിക്കണം എന്നൊക്കെ ഞാൻ കർത്താവിനോട് പറയാറുണ്ട്. അച്ഛൻ പഠിപ്പിച്ചപ്പോഴും എന്നോട് പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ട്. അപ്പം കർത്താവ് എന്നോട് പറഞ്ഞു, അഹങ്കാരമായിട്ട് തോന്നാം, പക്ഷെ എന്നിരുന്നാലും ആ ഒരു ദൗത്യം, എനിക്ക് കർത്താവിനെ കുറിച്ചുള്ള ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. 1000 കൊല്ലം ജീവിച്ചാൽ അത് പൂർത്തിയാക്കാൻ പറ്റുമെന്നൊരു തോന്നൽ എനിക്കുണ്ട്. ഞാൻ പക്ഷെ വളരെ സീരിയസ് ആയിട്ട് പറയണേ. കാരണം ഞാൻ ഡയറിയിൽ എഴുതിച്ചിട്ടുണ്ട് 1000 കൊല്ലം ജീവിക്കുകയാണെങ്കിൽ എന്തൊക്കെ ഞാൻ ചെയ്യുമെന്ന്. തരില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. അപ്പോൾ ഒരു ദിവസം കർത്താവ് ഇങ്ങനെ പറയുന്ന പോലെ എനിക്ക് തോന്നുകയാണ്, എൻ്റെ ജോസഫ് നിനക്ക് വട്ടാണോ, 1000 കൊല്ലം ഞാൻ ആർക്കും കൊടുക്കില്ല. അപ്പം ഞാൻ തമാശക്കടെ കർത്താവിനോട് പറഞ്ഞു, പഴയ നിയമത്തിൽ 930 960 വർഷം പലരും കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു 30 കൂടി കൂട്ടിയാൽ 1000 ആയില്ലേ, എന്താ തന്നാൽ? അപ്പോൾ കർത്താവ് പറയാണ്, അതൊക്കെ പഴയ നിയമത്തിലല്ലേ, പുതിയ നിയമത്തിൽ ഞാൻ ആർക്കങ്ങനെ കൊടുത്തിട്ടില്ല. ഒരു ഇതാണ്. അപ്പം ഞാൻ എന്നാൽ ശരി 500. കർത്താവിന് അതൊന്നും പറ്റില്ല, അന്ന് 200 എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ തർക്കത്തിലാണ്. അബ്രഹാം കുറച്ച് കൊണ്ടുവന്നല്ലേ. എന്തുകൊണ്ടാണത്? ബൈബിളിന് ഇതുവരെയും 2000 വർഷത്തോളമായി നമ്മുടെ കേരളത്തിൽ ക്രൈസ്തവ സഭ എന്ന് പറഞ്ഞാലും ശരിക്കൊരു ബൈബിൾ വ്യാഖ്യാനം ഇതുവരെ ഇറങ്ങിയിട്ടില്ലെന്നാണ് എൻ്റെ വിചാരം. ഞാൻ അതിൻ്റെ ഒരു ശ്രമത്തിലാണ്. ഒരു 150 വോള്യമുള്ള വ്യാഖ്യാനം, അതിൽ 12 വോള്യങ്ങൾ ഞാൻ അതിൻ്റെ ഒരു എന്താ പറയുക രൂപരേഖയെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഒരു വോള്യം എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. പൂർത്തിയായിട്ട് വേണം ഇറക്കാനായിട്ട്. പിന്നെ മലയാളത്തിൽ ആദ്യത്തെ കത്തോലിക്കരുടെ ആദ്യത്തെ വിജ്ഞാനകോശം, ബൈബിൾ വിജ്ഞാനകോശം, അതെൻ്റെ ബ്രെയിൻ ചൈൽഡാണ്. അതെ, തീർച്ചയായിട്ടും. അക്കാലം ഞാൻ സെമിനാരി പഠിക്കുമ്പോൾ വിതയ്ക്കപ്പെട്ട വചനം എഴുതി കഴിഞ്ഞതിൻ്റെ പിന്നാലെ അപ്പോഴേക്കും ഞാനൊരു ഗ്രന്ഥകർത്താവാണ്, പണ്ഡിതനാണെന്നുള്ള ബൈബിൾ പണ്ഡിതൻ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. ദൈവശാസ്ത്രം പോലും ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടില്ല. എന്നാലും അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അക്കാലത്ത് DC ബുക്സ് അഖില വിജ്ഞാനകോശം എന്ന് പറഞ്ഞിട്ട് ഒരു വിജ്ഞാനകോശം ഇറക്കുന്നുണ്ട്. അതിൽ ക്രൈസ്തവ സംബന്ധമായ ലേഖനങ്ങൾ എഴുതി കൊടുക്കാനായിട്ട് അവർ സെമിനാരിൽ പ്രൊഫസർമാരെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ എൻ്റെ പ്രൊഫസറായിരുന്ന പോൾ മാറോക്കി, തൃശ്ശൂരിൽ നിന്നുള്ള അച്ഛനാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ലേഖനങ്ങൾ എഴുതി കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നവരും എഴുതുന്നവരുമായ കുറച്ച് പേരെ 10 പേരെ ഞാൻ സംഘടിപ്പിച്ചു. അങ്ങനെ ഞങ്ങളിങ്ങനെ കൊച്ചു ലേഖനങ്ങൾ എഴുതി കൊടുക്കുകയാണ്. ഓരോ ലേഖനവും അച്ഛനിലൂടെ വേണം കൊടുക്കാൻ. എൻ്റെ ആധ്യാത്മിക പിതാവാണ്. അദ്ദേഹം സ്ക്രൂട്ടിനി ചെയ്തിട്ട് വേണം അവർക്ക് കൊടുക്കാൻ. ഓരോ പ്രശ്നം കൊണ്ടു കൊടുക്കുമ്പോൾ ഞാൻ അച്ഛനോട് ചോദിക്കും, നമ്മളെന്തൊരു മണ്ടന്മാരാണ്, വേറൊരാൾ എഴുതുന്ന അഖില വിജ്ഞാനകോശത്തിൽ നമ്മൾ ലേഖനങ്ങൾ എഴുതി കൊടുക്കുക, നമ്മളല്ലേ ഇത് പ്രസിദ്ധീകരിക്കേണ്ടത്? ബൈബിൾ വിജ്ഞാനകോശം നമ്മളല്ലേ പ്രസിദ്ധീകരിക്കണ്ടേ? അപ്പോൾ ഈ അച്ഛൻ എന്നോട് ചോദിക്കുകയാണ്, ഇത് തന്നെയാണ് എനിക്ക് ഈ അച്ഛനോട് ചോദിക്കാനുള്ളത്, ബ്രദറിനോട് ചോദിക്കാനുള്ളത്. അന്ന് ഞാൻ ബ്രദറാണ്, ബ്രദറിനോട് ചോദിക്കാനുള്ളത്, വൈ കാണ്ട് യു ഡു ഇറ്റ്? താങ്കളത് ചെയ്യൂ. അപ്പോൾ ഞാൻ ഈ 10 പേരിൽ ഞാൻ അവരെ വീണ്ടും വിളിച്ചു കൂട്ടി ഞാൻ ചോദിച്ചു, ഇങ്ങനൊരു ബൈബിൾ വിജ്ഞാനകോശം എൻ്റെ മനസ്സിലുണ്ട്, ആർക്കാണ് ഇതിനോട് സഹകരിക്കാൻ താല്പര്യമുള്ളത്? അപ്പോൾ ഇതിൽ ആ 10 പേരിൽ 4 പേര് പറഞ്ഞു ഞങ്ങളില്ല, അതൊരു എന്താ പറയുക വലിയ അധ്വാനമുള്ള ജോലിയാണ്, ഞങ്ങളില്ല. 6 പേര് തയ്യാറായി വന്നു. ഈ 6 പേരും കൂട്ടി പിന്നെ ഞങ്ങൾ പ്രൊസീജിയർ തുടങ്ങുകയാണ് ഒരു ബൈബിൾ വിജ്ഞാനകോശത്തിൽ. അങ്ങനെ ഞങ്ങൾ ഈ ശീർഷകങ്ങളെല്ലാം കണ്ടെത്തി, പ്രൊഫസർമാരുടെ ലിസ്റ്റെല്ലാം കണ്ടെത്തി. പക്ഷെ ഞങ്ങൾക്ക് ചമ്മാച്ചന്മാരാണ്, അച്ഛന്മാർ പോലും ആയിട്ടില്ല. അപ്പം ഞങ്ങളെങ്ങനെ ബൈബിൾ വിജ്ഞാനകോശം ഇറക്കും? ഇതൊരു ചോദ്യമാണ്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പ്രൊഫസർമാരെ കണ്ടെത്താനായിട്ടുള്ള ഇതിൽ ആരെങ്കിലും ഒരു ചീഫ് എഡിറ്ററായിട്ട് ഞങ്ങൾ ആദ്യം തോമസ് കയ്യാലപ്പറമ്പിൽ എന്ന് പറഞ്ഞ അച്ഛനെ ഞങ്ങൾ സമീപിച്ചു. അപ്പോൾ അച്ഛൻ തയ്യാറായില്ല. ജോർജ് മങ്ങാട്ട് എന്ന് പറഞ്ഞ അച്ഛൻ ഞങ്ങൾ സമീപിച്ചു. അപ്പോൾ അവരൊക്കെ ഞങ്ങൾ പഠിപ്പിക്കുന്ന പ്രൊഫസർമാരാണ്. അപ്പോൾ അദ്ദേഹം വിസമ്മതിച്ചു. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നത് മാത്യു വെള്ളാനിക്കലച്ചനെയാണ്. പക്ഷെ വെള്ളാനിക്കലച്ച് അന്ന് മാർപ്പാപ്പയ്ക്ക് ഉപദേശം കൊടുക്കുന്ന ബൈബിൾ പണ്ഡിതന്മാർ 20 സമിതിയുണ്ട്, 20 പേരിൽ ഒരാളാണ്. അത്രയും തിരക്കുള്ള മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ സമീപിക്കാതിരുന്നത്. പക്ഷെ നിവൃത്തികേട് വന്നപ്പോൾ ഞങ്ങൾ അച്ഛനെ സമീപിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ തിരക്കറിയാലോ, അദ്ദേഹം വടവാത് സെമിനാറിലെ ഫാക്കൽറ്റിയുടെ പ്രസിഡൻ്റാണ്, മാർപ്പാപ്പയ്ക്ക് ഉപദേശം കൊടുക്കുന്ന സമിതിയിൽ അംഗമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ തിരക്കറിയാം, ഞാനിപ്പോൾ ഒരു നോമിനൽ ഹെഡ്, ഒരാളായിരിക്കാം. അപ്പം ഞാൻ പറഞ്ഞു മതി. പക്ഷെ ഒറ്റ കാര്യം, ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയം വന്നാൽ അച്ഛൻ ഞങ്ങൾ ദൂരീകരിക്കണം. അച്ഛൻ സമ്മതിച്ചു. അങ്ങനെയാണ് ആ ബൈബിൾ വിജ്ഞാനകോശം ഇറങ്ങണേ. മലയാളത്തിൽ ആദ്യത്തെ കത്തോലിക്ക വിജ്ഞാനകോശമാണ്. അപ്പോൾ എങ്കിലും അതിനകത്ത് അന്ന് ഒരു 360 ആർട്ടിക്കിൾസേ ഉള്ളൂ. പിന്നീട് അതിന് 3ാമത്തെ പരിഷ്കരിച്ച പതിപ്പൊക്കെ വന്നപ്പോൾ കുറച്ചുകൂടി നമ്മൾ വിപുലീകരിച്ചിട്ടുണ്ട്. എങ്കിലും അതും പൂർണ്ണമല്ല. ബൈബിൾ ഏത് വാക്ക് നോക്കിയാലും അതിൻ്റെ ചരിത്രവും ദൈവശാസ്ത്രവും ആത്മീയതയുമുള്ള ഒരു ഡിക്ഷണറി ഇറക്കണം. അതെൻ്റെ ഒരു സ്വപ്നമാണ്. അതൊരു ചുരുങ്ങിയത് 20 or 25 വോളിയം ഉണ്ടാവും, 1000-1200 പേജുള്ളത്, വലിയ സൈസിൽ. അപ്പോൾ അതിന് വേണം കുറേ വർഷം. ഈ 150 വോളിയം
കമൻട്രി ഇറക്കാൻ. ഞാൻ ബൈബിളിലെ കഥാപാത്രങ്ങൾ പറഞ്ഞ് 41 വോള്യത്തിൽ 6 ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി 35 കിടക്കണം. പിന്നെ മാർപ്പാപ്പമാരുടെ പുസ്തകങ്ങൾ ഞാൻ ധാരാളം തർജ്ജമ ചെയ്തിട്ടുണ്ട്, അത് കിടക്കണം. ഇങ്ങനെ എല്ലാം കൂടി വരുമ്പോൾ 500 ഉണ്ടായാലും പോരാ. പക്ഷേ കർത്താവ് മറ്റൊരാളെയാണ് ഇത് ഏൽപ്പിക്കുന്നതെങ്കിൽ, ദാവീദിനോട് പറഞ്ഞല്ലോ, ദേവാലയം പണിത് നീയല്ല, നിന്റെ മകൻ സോളമനാണ് എന്ന് പറഞ്ഞതുപോലെ ഇതൊന്നും ഞാനല്ല ചെയ്യേണ്ടത് എന്നാണ് കർത്താവിന് തീരുമാനമെങ്കിൽ ഇന്ന് മരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ കർത്താവിനെ കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഈ സ്വപ്നങ്ങൾ അതാണ് നമുക്ക് ഈ കർത്താവിനെ കുറിച്ച് നമ്മുടെ സ്വപ്നങ്ങളും കർത്താവിന് അവനെക്കുറിച്ചുള്ള, അതായത് ഈ നമ്മെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും കൂടി ചേരുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഇൻസ്പിറേഷൻ, ദൈവത്തിൻ്റെ നിവേശനം, ഇതൊക്കെ എഴുതണം എന്ന് കർത്താവ് തോന്നിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ വിചാരിക്കണം. അതെങ്ങനെ ചെയ്യാമെന്ന് കൂടി ഞാൻ പറയാം. എങ്ങനെയാണ് ഇത്ര ഫാസ്റ്റായിട്ട് ചെയ്യണേ? സാധാരണ മനുഷ്യർ 1 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സംഗതി ഞാൻ 30 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ ശ്രമിക്കും, അതിൻ്റെ പെർഫെക്ഷനൊക്കെ പോകാതെ തന്നെ. അപ്പോൾ എനിക്ക് ഒരു ദിവസം എത്ര മണിക്കൂറുണ്ട്? 24 മണിക്കൂർ സാധാരണ മനുഷ്യർക്ക്, എനിക്ക് 48 മണിക്കൂറാണ്. സാധാരണ മനുഷ്യർ 1 മിനിറ്റ് കൊണ്ട് ചെയ്യുന്നത് ഞാൻ 30 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ എനിക്ക് 48 മണിക്കൂറായി. അപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. പിന്നെ എനിക്ക് കുറയ്ക്കാവുന്ന ചില സംഗതികൾ, ഒന്ന് ഭക്ഷണം കുറയ്ക്കാം, ഉറക്കം കുറയ്ക്കാം. ഭക്ഷണം കുറച്ചാൽ ഉറക്കം കുറയ്ക്കാം. എനിക്കൊന്നൊരു 35 വർഷമെങ്കിലും 2 മണിക്കൂറോ 2.5 മണിക്കൂറോ ഉറങ്ങാറുള്ളൂ. 2 മണിക്ക് 2:30 ഉറങ്ങാൻ പോകുക, 5:15 എഴുന്നേൽക്കുക. ഇതായിരുന്നു എൻ്റെ രീതി. ഇപ്പം ഞാൻ കുറച്ചും കൂടെയൊക്കെ പ്രായമാകുന്നതുകൊണ്ട് ഇച്ചിരി ഉറക്കം കൂട്ടിയിട്ടുണ്ട്. എങ്കിലും എനിക്കപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്. ആൾക്കാർ ചോദിക്കുന്നത് എവിടെ സമയം എന്നാണ്. ഞാൻ ചോദിക്കുന്നത് എവിടെ സമയം ഇല്ലാത്തതെന്നാണ്. അച്ഛൻ്റെ ജീവിത വിശേഷങ്ങൾ ഇന്നീ എപ്പിസോഡിൽ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ അച്ഛൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് കാണാം. അതുവരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.